നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തകളാണ്, റിപ്പോർട്ടുകളാണ് ശബരിമലയിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ലഭിച്ചുകൊണ്ടുള്ളത്. പ്രമുഖ മാധ്യമങ്ങളൊക്കെ ശബരിമലയിൽ നിന്ന് വിട്ടുപിരിയുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നീക്കുപോക്കുകളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ജനം TV അടങ്ങുന്ന, മംഗളം TV അടങ്ങുന്ന 2-3 മാധ്യമങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വലിയ കാഴ്ച കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പോലീസ് കൃത്യമായ ആസൂത്രിത നീക്കം എന്ന് വേണം പറയാൻ. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ശബരിമലയുടെ പ്രദേശങ്ങളിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇനിയുള്ള ദിവസങ്ങളിലൊന്നും, ഇനിയുള്ള മാസങ്ങളിലൊന്നും അനുവദനീയമാക്കാൻ സാഹചര്യമില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം ചിലപ്പോൾ പോലീസ് മൊത്തമായിട്ടും വിന്യസിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് രഹസ്യ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രമുഖ മാധ്യമങ്ങളൊക്കെ അവിടെ നിന്നും മാഞ്ഞു പോകുന്ന ഒരവസ്ഥ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ സ്ത്രീകൾക്കുള്ള സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള പോലീസിന്റെ കടുത്ത തീരുമാനത്തിലേക്കുള്ള വഴിവെക്കലായിരിക്കാം ഇതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഒപ്പം പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികള് സന്നിധാനത്തെത്തിയിട്ടുണ്ട്. ഭക്തരോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിവാർ നേതാക്കളും സന്യാസി പ്രമുഖരുമൊക്കെ അവിടെ എത്തി സന്നിധാനത്ത് നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ച അവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനപ്പുറം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരള പോലീസിന് സുപ്രീം കോടതിയുടെ വിധി ശബരിമലയിൽ പരിപൂർണമായും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു വലിയ സാഹചര്യമായാണ് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. ഇനി വരാൻ പോകുന്നത് മണ്ഡലപൂജയാണ്. മണ്ഡലപൂജയുടെ സമയത്ത് വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പോലീസ് തന്ത്രപരമായ നീക്കങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഒരു വലിയ വിവരം ലഭിക്കുകയാണ്. ഒപ്പം ഇനിയുള്ളത് കൃത്യമായ പദ്ധതിയോടുകൂടിയ നീക്കങ്ങളായിരിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടും കൂടി മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.